വീട്ടിലെപ്പോഴും ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ രീതിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ അത്ര മതിയാകും. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം മീഡിയം സൈസിൽ വരുന്ന 2 സവാള ഇതുപോലെ നീളത്തിലാണ് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. സവാള ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും, വലിയ ജീരകം, ചെറിയ ജീരകം, കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. ഇത്തിരി പട്ട, ഗ്രാമ്പു, ഏലക്ക എടുക്കാട്ട് നമ്മൾ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഈ സമയത്തിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ. നന്നായിട്ട് ചൂടായി ആ ഒരു കറിവേപ്പിലൊക്കെ വാടി വരുമ്പോഴേക്കും നല്ലൊരു മണമായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയിട്ട് പൊടിച്ചിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മൾ സവാളയൊക്കെ അത്യാവശ്യം വഴന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്തപ്പോൾ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത്ര മതിയാകും. പിന്നെ മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ ഉള്ളിൽ തന്നെ മതിയാകും. കുരുമുളകാണ് നമ്മൾ കാര്യമായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് പച്ചമണം മാറി വരുന്നത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു തക്കാളി, നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് അതുകൂടെ ചേർത്ത് നല്ലോണം വഴറ്റി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 800 ഗ്രാം അളവിൽ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ചിക്കനിലേക്ക് ആ ഒരു ചൂടൊക്കെ നന്നായിട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ആ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഈ ഒരു മസാലയിൽ കിടന്നങ്ങ് വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും നല്ലൊരു മണം, ഫ്ലേവറൊക്കെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്ന സമയത്ത്. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആ ഒരു ചിക്കൻ വെന്ത് വരുന്നത് വരെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറക്കരുത്. നന്നായിട്ട് അടി പിടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ആയിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള റോസ്റ്റ് പോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഇത്തിരി സമയം കൂടി ഒക്കെ വെച്ചാൽ മതി. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങാപ്പാലും കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതായത് ഒരുപാട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ലൂസായിട്ടുള്ള രീതിയിലല്ല, ആ ഒരു മസാലയൊക്കെ ഒന്ന് ബാലൻസ് ആയി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒക്കെ ചെറിയ തീയിൽ വെക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ചാറ് പോലെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലൊക്കെ മതിയാകും. പക്ഷേ ഈ ഒരു രീതിയിലായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതും പിന്നെ ഒരു 2 പച്ചമുളക് വെറുതെ എരിവിന് വേണ്ടിയിട്ടല്ല, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ചേർത്ത് ഒരു കുരുമുളകൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് എടുക്കാം. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. നെയ്ച്ചോറും ഈ ഒരു റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഏകദേശം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് നല്ലൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നമ്മൾ കുറേ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്